കോമ്പറ്റീഷൻ നേച്ചറിൽ പ്രകൃതിയിൽ നടക്കുന്ന കോമ്പറ്റീഷന് വേറൊരു എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കോമ്പറ്റീറ്റീവ് റിലീസ്. നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പറഞ്ഞു. അതുപോലെ തന്നെ നേച്ചറിൽ നടക്കുന്ന കോമ്പറ്റീഷന് വേറൊരു തെളിവാണ്, എവിഡൻസ് ആണ് പറയുന്നത് കോമ്പറ്റീറ്റീവ് റിലീസ്. എന്താണ് കോമ്പറ്റീറ്റീവ് റിലീസ് എന്ന് നോക്കാം. കോമ്പറ്റീറ്റീവ് റിലീസ് എന്ന് പറയുന്നത് എ സ്പീഷീസ് ഹൂസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ടു സ്മോൾ ജിയോഗ്രാഫിക്കൽ ഏരിയ. ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്പീഷീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരു ചെറിയ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയിലേക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ സ്പീഷീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരു ചെറിയ സ്മോൾ ജിയോഗ്രാഫിക്കൽ ഏരിയയിലേക്ക് റെസ്ട്രിക്റ്റഡ് ആവാൻ കാരണം? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസ്. ഒരു കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസിൻ്റെ പ്രസൻസ് കാരണം മറ്റേ സ്പീഷീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരു സ്മോൾ ജിയോഗ്രാഫിക്കൽ ഏരിയയിലേക്ക് റെസ്ട്രിക്റ്റഡ് ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസിൻ്റെ പ്രസൻസ് കാരണമാണ് മറ്റേ സ്പീഷീസ് ഒരു സ്മോൾ ജിയോഗ്രാഫിക്കൽ ഏരിയയിലേക്ക് റെസ്ട്രിക്റ്റഡ് ആവാനായിട്ടുള്ള കാരണം. സോ ദാറ്റ് ഈസ് ഫൗണ്ട് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷണൽ റേഞ്ച് ഡ്രമാറ്റിക്കലി വെൻ കോമ്പറ്റിംഗ് സ്പീഷീസ് എക്സ്പെരിമെൻ്റലി റിമൂവ്ഡ്. ഏതൊരു കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസ് കാരണമാണോ മറ്റേ സ്പീഷീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരു ചെറിയ ജിയോഗ്രാഫിക്കൽ ഏരിയയിലേക്ക് റെസ്ട്രിക്റ്റഡ് ആവാൻ കാരണം ആ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള സ്പീഷീസിനെ അവിടെ നിന്ന് എക്സ്പെരിമെൻ്റലി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ മറ്റേ സ്പീഷീസിന് എത്രമാത്രം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം എക്സ്പാൻഡ് ചെയ്ത് കാണാൻ തുടങ്ങി. അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പറ്റീറ്റീവ് റിലീസ്. സോ കോമ്പറ്റീറ്റീവ് റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പീഷീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വേറൊരു കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസിൻ്റെ പ്രസൻസ് കാരണം ഈ സ്പീഷീസ് വളരെ റെസ്ട്രിക്റ്റഡ് ആയി ഒരു ചെറിയ സ്മോൾ ജിയോഗ്രാഫിക്കൽ ഏരിയയിലേക്ക് റെസ്ട്രിക്റ്റഡ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ ഏത് സ്പീഷീസ് കാരണമാണോ ആ സ്മോൾ ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ റെസ്ട്രിക്റ്റഡ് ആവാൻ കാരണം ആ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസിനെ ആ പ്ലേസിൽ നിന്ന് അവിടെ നിന്ന് എക്സ്പെരിമെൻ്റലി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സ്പീഷീസിന് എത്രമാത്രം ഡിസ്ട്രിബ്യൂഷണൽ റേഞ്ചിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഡിസ്ട്രിബ്യൂഷൻ റേഞ്ചിൽ അത് ഡ്രമാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുന്നു. അതാണ് പറയുന്നത് സ്പീഷീസ് ഹൂസ് ഡിസ്ട്രിബ്യൂഷൻ റെസ്ട്രിക്റ്റഡ് ടു സ്മോൾ ജിയോഗ്രാഫിക്കൽ ഏരിയ. അതിന് കാരണം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസ്. സോ എന്ത് സംഭവിക്കുന്നു? ദാറ്റ് ഈസ് ഫൗണ്ട് ടു ബി എക്സ്പാൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷണൽ റേഞ്ച്. ഏതിൻ്റെ? ഈ സ്പീഷീസിൻ്റെ എക്സ്പാൻഷൻ വളരെയധികം വലിയൊരു റേഞ്ചിൽ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. എപ്പോൾ? വെൻ കോമ്പറ്റിംഗ് സ്പീഷീസ് ആർ എക്സ്പെരിമെൻ്റലി റിമൂവ്ഡ്. സോ സുപ്പീരിയർലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആ സ്പീഷീസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സ്പീഷീസിന് മാക്സിമം ഡിസ്ട്രിബ്യൂഷൻ റേഞ്ച് കാണിക്കാൻ പറ്റുന്നു. അതിനെ വിളിക്കുന്ന പേര് അവിടെ കോമ്പറ്റീഷനെ റിലീസ് ചെയ്യുകയാണ്. ആ രണ്ട് സ്പീഷീസ് തമ്മിലുള്ള കോമ്പറ്റീഷനെ റിലീസ് ചെയ്താണ്. അതാണ് കോമ്പറ്റീറ്റീവ് റിലീസ്. സോ സുപ്പീരിയർ ആയിട്ടുള്ള ആ ഒരു കോമ്പറ്റീറ്റീവ് സ്പീഷീസിനെ അവിടെ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ, കോമ്പറ്റീഷനിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ മറ്റേ സ്പീഷീസിനെ മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് ഒരു ഡിസ്ട്രിബ്യൂഷൻ റേഞ്ച് കാണിക്കാൻ സാധിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പറ്റീറ്റീവ് റിലീസ്. അതിന് എക്സ്പെരിമെൻ്റ് പറയാം. കോർണൽസ് എലിഗൻറ്റ് ഫീൽഡ് എക്സ്പെരിമെൻറ്റ്. അതാണ് കോർണൽസ് എലിഗൻറ്റ് ഫീൽഡ് എക്സ്പെരിമെൻറ്റിൽ അവിടെ ഓൺ റോക്കി സീ കോസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ്. സോ എക്സ്പെരിമെൻറ്റ് ഇതാണ്, കോർണൽസ് എലിഗൻറ്റ് ഫീൽഡ് എക്സ്പെരിമെൻറ്റ് നടത്തി. ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് റിലീസിന് നടത്തിയ എക്സ്പെരിമെൻ്റാണ് കോർണൽസ് എലിഗൻറ്റ് ഫീൽഡ് എക്സ്പെരിമെൻറ്റ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഓൺ റോക്കി സീ കോസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡിലെ റോക്കി സീ കോസ്റ്റിൽ അവിടെ ലാർജർ സുപ്പീരിയർ ബർണക്കിൾ, വലിയ സുപ്പീരിയർ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള ബർണക്കിൾ ഉണ്ടായിരുന്നു. അതാണ് ബലാനസ്. അതെന്ത് ചെയ്തു? ഡോമിനേറ്റ് ദ ഇൻ്റർടൈഡൽ ഏരിയ. സോ ഈ റോക്കി സീ കോസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡിലെ അവിടെ ഇൻ്റർടൈഡൽ ഏരിയയിൽ ലാർജർ ആയിട്ടുള്ള സുപ്പീരിയർ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള ബാർണക്കിൾ ബലാനസ് ഡോമിനേറ്റ് ചെയ്യുകയും അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്നു. ആരെ? അതിനേക്കാളും ചെറുതായിട്ടുള്ള സ്മോളർ ബർണക്കിളിനെ. അതാണ് ചെത്താമലസ് ഫ്രം ദാറ്റ് സോൺ. സോ ഈ പറഞ്ഞ ലാർജർ സുപ്പീരിയർ ബർണക്കിൾ ബലാനസ് ആ ഇൻ്റർടൈഡൽ ഏരിയയിൽ ഡോമിനേറ്റ് ചെയ്ത് അവിടെയുള്ള ചെറിയ ബർണക്കിളായ ചെത്താമലസിനെ ആ സോണിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്തു, എക്സ്ക്ലൂഡ് ചെയ്തു.
സോ ഇത് ഇതിനൊരു എക്സാമ്പിളാണ്. സോ ഒരു കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. പക്ഷേ ആ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസിനെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്പീഷീസിന് സാധാരണ പോലെ എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റേഞ്ച് കാണിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ ഹെർബിവോഴ്സിനും അതുപോലെ പ്ലാന്റുകൾക്കാണ് കൂടുതൽ ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ ആ ഒരു പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യണേ. ഏതിനേക്കാളും കാർണിവോറിനേക്കാളും. സോ കാർണിവോറിനേക്കാളും കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ ആ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ അഡ്വേഴ്സ്ലി ഇഫക്റ്റ് ചെയ്യുന്നത് ഹെർബിവോഴ്സിനും പ്ലാന്റ്സിനുമാണ്.